നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ജീവിപ്പിക്കുന്നവനും ജീവൻ നൽകുന്നവനും ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നവനും ശക്തീകരിക്കുന്നവനുമായി മാറ്റമില്ലാത്തവനായി ഇന്നും ജീവിക്കുന്നതിനായ സ്തോത്രം. കർത്താവേ, തിരുനാമത്തിൽ അവിടുത്തെ വചനത്തിലെ അത്ഭുത രഹസ്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. നിൻ്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. കേൾക്കുന്ന നിൻ്റെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും രൂപാന്തരത്തിനും പുതുക്കത്തിനും അനുതാപത്തിനും പുതിയ തീരുമാനങ്ങൾക്കും ഇടയാകണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു ഉണർവ്, ഒരു പുതുക്കം ജീവിതത്തിൽ എങ്ങനെ സാധിക്കാം. ഉണർവ് എങ്ങനെ സാധിക്കാം? സഭയുടെ ചരിത്രത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ അനേക വിശുദ്ധന്മാരും ജീവിതത്തിൻ്റെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ വിനയപ്പെടുത്തി താഴ്ത്തിക്കൊടുത്ത് ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പുതുക്കം പ്രാപിച്ച് പുതിയ ദർശനത്തിലും പുതിയ ആത്മീയ ഉന്മേഷത്തിലും തങ്ങളുടെ ദൗത്യം നിറവേറ്റിയിട്ടുണ്ട്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം നാം വായിക്കുമ്പോൾ 139 സങ്കീർത്തനം 23-24 വാക്യങ്ങളിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, എന്നെ ശോധന ചെയ്തെൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ. ഒരു ഭക്തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ. പല കാര്യങ്ങളാൽ നമ്മൾ ചിലപ്പോഴൊക്കെ കരഞ്ഞെന്ന് വരും. ഒരിക്കലേ ഒരു ആരാധന മധ്യേ അവിടുത്തെ പട്ടക്കാരൻ കാര്യമായ വചന ശുശ്രൂഷ നടത്തുക, അനുതാപത്തെക്കുറിച്ചും ഒരു മടങ്ങിവരവിനെക്കുറിച്ചുമൊക്കെയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേൾവിക്കാരിൽ ഒരു അമ്മച്ചി അങ്ങ് ദൂരെ ഇരുന്ന് കരയുന്നത് കണ്ടു. പ്രസംഗകൻ വിചാരിച്ചു, എൻ്റെ പ്രസംഗം ഒരു ജീവിതത്തെ സ്പർശിച്ചു, ഒരാത്മാവിന് അനുതാപം ഉണ്ടായല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ആരാധനയെല്ലാം കഴിഞ്ഞു, ശുശ്രൂഷ കഴിഞ്ഞ് പള്ളിയുടെ പുറത്ത് സാധാരണ ശുശ്രൂഷകർ ജനത്തെ കാണുന്ന സമയത്ത് ഈ അമ്മച്ചിയെ സമീപിച്ച വട്ടക്കാരൻ ചോദിച്ചു: അമ്മച്ചി, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ കരയുന്നത് കണ്ടു, എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? ഞാൻ പ്രസംഗിച്ച് ഏത് പോയിൻ്റാണ്, ഏത് ആശയമാണ് ഹൃദയത്തെ സ്പർശിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു: അച്ഛാ, അത് അച്ഛൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ടല്ല, കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ആട് മരിച്ചുപോയി, ചത്തുപോയി. അച്ഛനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ താടി അനങ്ങുന്നുണ്ടായിരുന്നു. ഈ താടി അനങ്ങുന്നത് കണ്ടപ്പോൾ എൻ്റെ ചത്തുപോയ ആടിനെക്കുറിച്ച് ഞാൻ ഓർത്തു. അങ്ങനെയാണ് ഞാൻ കരഞ്ഞത്. പലരും പല വിധത്തിൽ കരയാറുണ്ട്. അനുതാപത്തിൻ്റെ കണ്ണുനീരും വെറുതെ വല്ല കാര്യങ്ങളും ഓർത്ത് കരയുന്നതും വ്യത്യാസമുണ്ട്. വചനം കേൾക്കുമ്പോൾ യഥാർത്ഥമായി ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവവചനം ദൂത് കേട്ട് രൂപാന്തരപ്പെടുവാൻ ഇടയാകണമേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ അനുതാപം പ്രാപിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക, ഓരോ വിശ്വാസിക്കും ആവശ്യമാണ്. സാധാരണ ജീവിതത്തിൽ രാവിലെയും വൈകിട്ടും കുളിക്കുന്നവരുണ്ട്, നദിയിൽ കുളിക്കുന്നവരുണ്ട്, അല്ലാതെ കുളിക്കുന്നവരുണ്ട്. എന്തിനാ? ശുദ്ധീകരണം പ്രാപിപ്പാൻ, ശുദ്ധരായിരിക്കുക, വൃത്തിയുള്ളവരായിട്ടിരിക്കുക. ആത്മീയ ജീവിതത്തിൽ നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദുഷ്ചിന്ത, അസൂയ, മറ്റുവിധ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ അവിടെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അതിനുള്ള മാർഗം ദൈവം മനുഷ്യന് ഒരുക്കിയിട്ടുണ്ട്. 1 യോഹന്നാൻ 1-9 ലേഖനത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്: നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അനുതാപത്തിൻ്റെ പ്രാർത്ഥന 51 സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥന നമുക്ക് സുപരിചിതമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ച 139 സങ്കീർത്തനത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, എന്നെ ശോധന ചെയ്തെൻ്റെ ഹൃദയത്തെ അറിയണമേ,
എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ, എൻ്റെ ചിന്തകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവേ, അതിനു മുമ്പുള്ള വാക്യങ്ങളിൽ സാക്ഷിക്കുന്നത് യഹോവേ 139 1 വാക്യം മുതൽ ഇങ്ങനെയാണ്: യഹോവേ, നീ ഇതിനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും എല്ലാം നീ അറിയുന്നു. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നില്ല, നാവിന്മേലില്ല. ഇതെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സെർച്ച് മീ എന്ന 23 വാക്യത്തിൽ പറയുന്നതിന് മുമ്പായിട്ട് 19 വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ദൈവമേ, ദുഷ്ടനെക്കുറിച്ച് പറയുക. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടു പോകുവീൻ. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. നിൻ്റെ ശത്രുക്കൾ നിൻ്റെ നാം വൃഥാ എടുക്കുന്നു. നിന്നെ പകയ്ക്കേണ്ടവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ആദ്യം എൻ്റെ നിൽപ്പിനെക്കുറിച്ച്, ഇരിപ്പിനെക്കുറിച്ച്, തൻ്റെ അവസ്ഥയെല്ലാം അറിയുന്ന ദൈവസന്നിധിയിൽ പറയുകയാണ്, തൻ്റെ ശത്രുക്കൾ അനേകരുണ്ട്, അവരെ പകയ്ക്കേണ്ടതല്ലോ ചോദിക്കുക. അവിടെ കഴിഞ്ഞ് തന്നിലേക്ക് വരികയാണ്, എന്നെ ശോധന ചെയ്ത് അറിയണമേ. നമുക്കറിയാം, ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുന്നത്. ശുദ്ധീകരണം പ്രാപിക്കാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ സഭയോടുള്ള ആഹ്വാനത്തിൽ പ്രവാചക ദർശനത്തിൽ പറയുകയാണ്, നീ ഏതിൽ വീണിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുക. അതിൽ ഓർത്ത് നീ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, എങ്കിൽ നിനക്ക് രക്ഷയുണ്ട്. അനുതാപം കൂടാതെ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ തന്നെ യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ തുടങ്ങുന്നിടത്തൊക്കെ പറയുന്നത്, കാളവൻ്റെ ഉടയവിനെയും കഴുതിയൻ്റെ യജമാനൻ്റെ പുൽത്തുട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. യെശയ്യാ 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലൊക്കെ വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രൂപാന്തരം, യെശയ്യാ പ്രവാചകനുണ്ടായ പുതിയ ദർശനത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു, അതിനെക്കുറിച്ച് അയ്യോ കഷ്ടം പറയുകയാണ്. 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധം വമിക്കും. 5-ാം അധ്യായം 18-ാം വാക്യം, 5-ാം അധ്യായം മുഴുവൻ തന്നെ യെശയ്യാ പ്രവചനം 5-ാം അധ്യായം മുഴുവൻ തന്നെ നാം വായിക്കുന്നത് വ്യാജപാശം കൊണ്ട് കെട്ടുന്നതിനെക്കുറിച്ച്, തിന്മയെ നന്മയെന്ന് വിളിക്കുന്നതിനെക്കുറിച്ച്, വീടോട് വീട് ചേർക്കുക, സ്ഥലം ചേർക്കുക, മറ്റാർക്കും പാർക്കാൻ ഇടയില്ലാതെ വണ്ണം, അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം. വീഞ്ഞ് തേടിപ്പോകുന്നവർ, മദ്യം കുടിച്ച് കൂത്താടി നടക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഇങ്ങനെ അനേക അയ്യോ കഷ്ടങ്ങൾ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ 6-ാം അധ്യായം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നാം വായിക്കുന്നത്, ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. ഇതാ യെശയ്യാവ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉസ്സിയാ രാജാവ് മരിച്ചു. ദേശത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും? കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി മുൻപോട്ട് പോകുന്നത്? ആത്മഭാരത്തോടു കൂടി, ആകപ്പാടെ നിരാശനായിട്ട് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അപ്പോൾ പ്രവാചകനായ യെശയ്യാവിന് ദർശനം, ഇതാ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കാണുക. അപ്പോൾ സാറാഫുകൾ കെരൂബുകളെ മൂടിയിരുന്നു, അവിടെ പറന്നുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു. അപ്പോൾ പ്രവാചകൻ പറയുകയാണ് 6-ാം അധ്യായത്തിൽ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, വക്രതയുള്ള കുഴപ്പമുള്ള ജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. താനാകെ പേടിച്ച് വിറച്ചുപോയി. ദൈവത്തെ കണ്ടതിന് ശേഷം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കാൻ കഴിയില്ല. താൻ അവിടെ മുട്ടുമേ വീഴുകയാണ്, കരയുകയാണ്, എന്നെ ആർ രക്ഷിക്കും? അപ്പോൾ ഇതാ യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ ഒരു ദൈവദൂതൻ എടുത്തുകൊണ്ട് വന്ന് തൻ്റെ നാവിന്മേൽ സ്പർശിച്ചു. അവൻ്റെ നാമം ശുദ്ധിയുള്ളതായി തീർന്നു. വീണ്ടും ചോദിക്കുകയാണ്, അനന്തരം നാം ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? എങ്ങോട്ട് പോകാനാ? 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ ദേശത്തിൻ്റെ ജനങ്ങളുടെ പരിതാപകരമായ അധംപതിച്ച വീണുപോയ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകുവാൻ പ്രവാചകനായ യെശയ്യാവിനൊരു ദൗത്യമുണ്ട്. ഒരു പുതിയ അഭിഷേകത്തോടുകൂടി, ദർശനത്തോടുകൂടി, ഒരു കമ്മീഷനിങ്ങിനോടുകൂടി പ്രവാചകനോട് ചോദിക്കുകയാണ്, നാം ആരെ അയക്കേണ്ടു? നാം എന്നാ പറയും, നാം ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? അപ്പോൾ യെശയ്യാ പറയുകയാണ്, അടിയനിതാ, അടിയനെ അയക്കണമേ. ഒരു പുതിയ ദർശനം, എ ഫ്രഷ് വിഷൻ ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ച് പുതിയതായ ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം ലഭിച്ചു. ആ വലിയ ദർശനത്തോടുകൂടി ഇതാ താൻ തൻ്റെ ദൗത്യം നിറവേറ്റാനായിട്ട് പോവുകയാണ്.
എവിടെ ദൈവത്തെക്കുറിച്ചൊരു ദർശനം ലഭിക്കുന്നുവോ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവോ, അനുദപിക്കുന്നുവോ, അവിടെ പുതിയ ഉണർവുണ്ടാകുന്നു. ദേശത്തുണർവ് വേണോ, ദേശത്തിൻ്റെ രൂപാന്തരം വേണോ, വ്യക്തികളുടെ രൂപാന്തരം വേണോ, സഭയ്ക്ക് ജീവനുണ്ടാവണോ, വ്യക്തികൾ ദൈവസന്നിധിയിൽ വിനയപ്പെടണം. താണുനിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യൂ. വിനയമില്ലാത്തടത്ത്, നുറുക്കമില്ലാത്തടത്ത്, ഹൃദയ നുറുക്കമില്ലാത്തടത്ത് ഒന്നും നടക്കില്ല. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. വീണ്ടും പുതിയ നിയമത്തിൽ നമുക്ക് ഉപമ കാണാം. കർത്താവ് പറയുകയാണ്, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരുത്തൻ പരീശൻ, ഒരുത്തൻ ചുങ്കക്കാരൻ. പരീശൻ വന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല. ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, പള്ളി പോകുന്നുണ്ട്, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്നാൽ ചുങ്കക്കാരനോ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ധൈര്യമില്ലാതെ, ദൈവമുഖത്തേക്ക് നോക്കുവാനുള്ള പ്രാഗൽഭ്യമില്ലാത്തവനായി മാറി നിന്ന് മാറത്തടിച്ചുകൊണ്ട്, അയ്യോ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമെന്ന് ദൈവസന്നിധി തന്നെ സമർപ്പിക്കുകയാണ്. എന്നാൽ പരീശൻ എന്നാണ് പറഞ്ഞത്. പരീശൻ എന്ന് വെച്ചാൽ തന്നെ നീതീകരിച്ച് വലിയ മിടുക്കനാണെന്നും എല്ലാം അറിയാമെന്നും പറഞ്ഞ് നടക്കുന്ന മനുഷ്യനാണ് പരീശൻ. പരീശൻ നീതീകരിക്കപ്പെട്ടില്ല. നീതീകരിക്കപ്പെട്ടവനായി പോയത് ചുങ്കക്കാരനാണ്. കാരണം പരീശൻ എപ്പോഴും സെൽഫ് റൈച്ചസ് ആയിട്ട്, സ്വയം നീതീകരണവും അഹങ്കാരവുമായി നടക്കുന്നവനാണ്. നമ്മുടെ സമൂഹത്തിലും ഇതുണ്ടാവാം. പരസ്പരം പഴിചാരി, പരസ്പരം കുറ്റം പറഞ്ഞ് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലാത്തവർ. യേശു അങ്ങനെയുള്ളവരെക്കുറിച്ച് പറഞ്ഞ മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലാത്ത നീതിമാന്മാരെക്കാൾ ഇതാ രക്ഷിക്കപ്പെടുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ട്. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത എന്ന് വെച്ചാൽ അവർ മാനസാന്തരപ്പെടേണ്ടെന്നുള്ള അർത്ഥമല്ല. അവരെ സംബന്ധിച്ച് അങ്ങ് മാനസാന്തരപ്പെടേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അങ്ങനെയുള്ളവരെക്കാൾ ഇതാ ദൈവത്തിൽ സന്തോഷമുണ്ടാകുന്ന മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ, സഭയിൽ പുതിയ ഉണർവ്, ജീവൻ വരണോ, നാം നമ്മെ ദൈവത്തോടുള്ള സന്നിധി ദൈവവുമായാണ് തുലനം ചെയ്യേണ്ടത്, മറ്റുള്ളവരോടുമായില്ല. അയൽവക്കത്തെ ഇന്നാരേക്കാൾ ഞാൻ എത്ര കേമനല്ലേ, അവളേക്കാൾ ഞാൻ മിടുക്കിയല്ലേ, ഞാൻ ശുദ്ധിയല്ലേ, അല്ലെ ഞാൻ എത്രയോ ക്വാളിഫൈഡാണ്, ഞാൻ ആത്മീയമായ എത്ര ഉന്നതിയിൽ നിൽക്കുന്നു, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക. അവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. എന്നിട്ട് ഒടുവിൽ പറയും, ഇന്നാരേക്കാളൊക്കെയും ഞാൻ മെച്ചമാണ്, അതുകൊണ്ട് എനിക്കൊരു രൂപാന്തരം ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. സമൂഹത്തിന് പറ്റുന്നൊരു കുഴപ്പമാണ്. 4 സൈക്കോളജിക്കൽ പൊസിഷനെ കുറിച്ച് തോമസ് ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ കുഴപ്പമില്ലാത്തവനാണ്, നീ കുഴപ്പമുള്ളവനാണ്. രണ്ടാമത്തെ പൊസിഷൻ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ കുഴപ്പമുള്ളവനാണ്, നീ നല്ലവനാണ്, നിനക്കെല്ലാം ശരിയാണ്. മൂന്നാമത്തെ ഒരു പൊസിഷനുണ്ട്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും കുഴപ്പക്കാരൻ, നീയും കുഴപ്പക്കാരൻ. നാലാമത്തെ ഒരു പൊസിഷനുണ്ട്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഇന്ന് അനേകരും പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും കുഴപ്പക്കാരനാ, നീയും കുഴപ്പം, ഞാനും കള്ളനാ, നീയും ഏതവനുണ്ട് നല്ലവൻ? ആരുണ്ട് നല്ലത്? പറ, കാണിച്ചതാ. ഇതാണ് സമൂഹത്തിൽ അനേകർ ചോദിക്കുന്നത്. ആരുണ്ട് നല്ലത്? ആരുണ്ട് നീതിമാൻ? ആരുണ്ട് സത്യം പ്രവർത്തിക്കുന്നവൻ? ഇത് പരസ്പരം കുറ്റം ചാർത്തിയിട്ട് നടക്കുക. അതുകൊണ്ട് ആർക്കും രൂപാന്തരം ആവശ്യമില്ല, എല്ലാവരും കുഴപ്പക്കാരെന്ന് നടക്കുക. സമൂഹത്തിൽ രൂപാന്തരം വേണോ? ചിലയിടത്ത് ചില അനുതാപം, ചില മനംതിരിവ്, ചില തിരിച്ചുവരവ്, മടങ്ങിവരവ് ആവശ്യമാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട്. 3 കിണുങ്ങന്മാരെക്കുറിച്ചാണ്. ഒരു കിണുങ്ങെന്ന് വെച്ചാൽ ഈ പറയുമ്പം കിണുങ്ങണമെന്നൊക്കെ ശബ്ദം വരുന്ന അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ആശയം പറയാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അങ്ങനെ കുഴപ്പമുള്ള ഒരു വ്യക്തി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പോയി ഒരിടത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല. സംസാരിക്കാതെ തന്നെ കല്യാണമൊക്കെ ഉറച്ചു, കാര്യങ്ങളൊക്കെ നടന്നു. ഒന്നാമത്തെ വിവാഹം കഴിഞ്ഞ ശേഷം 1-ാം ദിവസം വീട്ടിൽ വന്നു. അപ്പോൾ ഈ പുതുമണവാളനും മണവാട്ടിയും കൂടി ഇങ്ങനെ ഇരിക്കുക. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ഇത് കണ്ടോണ്ട് ഈ പെൺകുട്ടിയുടെ മാതാവ് ചോദിച്ചു, കൊച്ചിനോട് ചോദിച്ചു, എന്താ മോളെ ഒന്നും ക്ഷണിയാത്തേ, നീ എന്താ ഒന്നും പറയാത്തത്? അപ്പോൾ മോള് പറഞ്ഞു, പണയാണ്ട് എങ്ങനെയാ ക്ഷണിയുന്നേ, ഇങ്ങോട്ടെന്തെങ്കിലും പറയാതെ എങ്ങനെ അങ്ങോട്ട് പറയുന്നു? ഇത് കേട്ട് നിന്നുകൊണ്ട് ആ പുതുമണവാളൻ സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് പറയുകയാണ്, ഹാ സന്തോഷം, അമ്മായിമ്മയ്ക്കും കിണുങ്ങ്, മോക്കും കിണുങ്ങ്. കാരണം ഇദ്ദേഹത്തിനും ആ കുഴപ്പമുണ്ടായിരുന്നു.
നമ്മളെല്ലാവരും കുഴപ്പക്കാരാണ്, കിണുങ്ങന്മാരാണ്, നമ്മളെല്ലാം കുഴപ്പക്കാരാണ്. സന്തോഷമായി. ഇന്ന് പലരുടെയും മനോഭാവം അതാ. അവൻ കള്ളനാണോ, അവൻ കുഴപ്പക്കാരനാണോ, ഞാനും കുഴപ്പക്കാരൻ. പരസ്പരം പഴിചാരുക. ഇന്ന് നമുക്ക് ആവശ്യം അതല്ല. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നാം എവിടെ ആയിരിക്കുന്നു എന്ന് ശോധന ചെയ്യുക. ദാവീദിൻ്റെ പ്രാർത്ഥന ഏതാ? കർത്താവേ, ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ. നിത്യമായ മാർഗം, എവർ ലാസ്റ്റിംഗ് വേ, ശാശ്വത മാർഗത്തിൽ നടത്താനുള്ള പ്രാർത്ഥന. ഒരിടവകയിൽ ഒരിക്കൽ അവിടുത്തെ പാസ്റ്ററുടെ അടുത്ത് വന്ന് ഒരു വിശ്വാസി പറഞ്ഞു, നമ്മുടെ ഇടവക ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടെ ജീവൻ വേണം, കുറച്ചുകൂടെ ചൈതന്യം വേണം, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കാര്യം പോയാൽ മതിയോ? അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, സഹോദരൻ, നല്ല കാര്യമാണ്, ഞാനും കുറച്ചുകൂടെ മാറ്റമൊക്കെ നമ്മുടെ ഇടവയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? ഞാനൊരു സജഷൻ പറയട്ടെ, ഞാനൊരു നിർദ്ദേശം വെക്കട്ടെ. ഈ പാസ്റ്റർ ആ വിശ്വാസിയോട് പറഞ്ഞു. എന്താണത്? വിശ്വാസി ചോദിച്ചു. ഇതേ ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ ചെന്നിന്ന് ഒരു ചോക്കെടുത്ത് ഇദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് ഒരു വട്ടം വരയ്ക്കണം, ഒരു വൃത്തം വരയ്ക്കണം. എന്നിട്ട് ആ വൃത്തത്തിനകത്ത് കയറി നിന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, അവിടുത്തെ ഉണർവ്, നിൻ്റെ ഉണർവ് ഈ വൃത്തത്തിനുള്ളിലേക്ക് അയക്കണമേ, ഈ വൃത്തത്തിനുള്ളിലേക്ക് എന്നിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇദ്ദേഹം അല്പം വിഷമത്തോടെയാണേലും ഇത് കേട്ടു. ഒരു സത്യം നമ്മെ അറിയിക്കുകയാണ് ഈ സന്ദേശം. എന്താണ്? ഉണർവ് ആരംഭിക്കേണ്ടത്, രൂപാന്തരം ആരംഭിക്കേണ്ടത് വ്യക്തികളിലാണ്. ആ വ്യക്തിയായിരിക്കും പിന്നീട് ആ സഭയിൽ കൂടുതൽ നല്ല കാര്യം ചെയ്യുന്നത്. എല്ലാവരും നന്നായിക്കോട്ടെ, ഞാനും നന്നായിക്കൊള്ളാമെന്നല്ല പറയുന്നത്. ദൈവസന്നിധി തന്നെ സമർപ്പിക്കുക. 1970കളിലും മറ്റും ഡോക്ടർ എഡ്വിൻ ഓർ എന്ന ഉണർവിൻ്റെ വലിയ നേതാവുണ്ട്. അദ്ദേഹം വളരെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അനേക പുസ്തകങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡോക്ടർ എഡ്വിൻ ഓർ അദ്ദേഹം അനേക പ്രഭാഷണങ്ങൾ കൊളംബിയ ബൈബിൾ കോളേജിൽ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ നടത്തിയ ബൈബിൾ സംവാദത്തിൻ്റെ ഇടയിൽ, സംഭാഷണത്തിൻ്റെ അവിടുത്തെ പ്രസംഗ പരമ്പരയ്ക്കിടയിൽ അദ്ദേഹത്തോട് അവിടുത്തെ ഒരു വിദ്യാർത്ഥി ചോദിച്ചു, ഈ പ്രസംഗങ്ങളും കാര്യങ്ങളും പഠിപ്പിക്കലും നടക്കുന്നൊരു കൂട്ടം തന്നെ ഞാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എഡ്വിനോർ ഈ ചെറുപ്പക്കാരനോട് മറുപടി പറഞ്ഞത്, യു ക്യാൻ ലെറ്റ് ഇറ്റ് ബിഗിൻ വിത്ത് യു. ഈ ഉണർവ് നിനക്ക് ഒന്ന് പരീക്ഷിക്കാം, നിന്നിൽ എങ്ങനെ നിറവേറണമെന്ന് ആഗ്രഹിക്കാം. എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ വെച്ചാണ് ദൈവം കാര്യം ചെയ്യുന്നത്. ആർക്കും എങ്ങനെയും ഏതു വിധേനയും കാര്യങ്ങൾ നിറവേറ്റാമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ 1:9 പറയുന്നത്, ഇഫ് യു കൺഫസ് യുവർ സിൻ, നിങ്ങളുടെ പാപങ്ങളെ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ എന്നുള്ള വാക്കാണ് ഇഫ്. വ്യവസ്ഥയുണ്ട്. ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ പള്ളികളിലും നമ്മുടെ സഭാ കൂട്ടായ്മകളിലും ഒക്കെ ഒന്നിച്ച് പാപക്ഷമയ്ക്കായിട്ട് പറയാറുണ്ട്, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. ഒരുത്തരും തന്നിലേക്ക് തിരിയത്തില്ല, എല്ലാം ഞങ്ങളാണ്. അപ്പോൾ ആരും ഉത്തരവാദിത്തമില്ല. ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഡോക്ടറെ, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും അസുഖമാണെന്നാണോ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും സൗഖ്യമാക്കണമെന്നാണോ പറയണേ? അല്ല. ഡോക്ടറെ അടുത്ത് നിന്ന് പറയുകയാണ്, ഡോക്ടറെ, എനിക്ക് ഇന്ന അസുഖമുണ്ട്, ഇന്നതാണ് പ്രശ്നമെന്ന് വ്യക്തിപരമായി ഡോക്ടറോട് പറയുമ്പോഴാണ് ചികിത്സ നടക്കുന്നത്. ഇവിടുന്ന് നാം പറ്റിയിരിക്കുന്നത് ഞങ്ങളെല്ലാം കുഴപ്പക്കാരാണ്. ഞങ്ങൾ പറഞ്ഞ് നല്ല കാര്യമാണ്. ആരാധന എപ്പോഴും ഒന്നിച്ചുള്ളതാണ്, കൂട്ടായ്മ ഒന്നിച്ചാണ്, വിശ്വാസികൾ ഒന്നിച്ചാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പുതുക്കം വ്യക്തി ജീവിതത്തിലുണ്ടാവണം. തന്നിലേക്ക് തന്നെ നോക്കണം, എവിടെയാണ് വീണുപോയതെന്ന് നോക്കണം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് നാം പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അതുകൊണ്ട് പാപം ചെയ്ത് കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതാ പ്രായശ്ചിത്തമായി യേശുവുണ്ട്. ഇനി നമ്മുടേതിന് മാത്രമല്ല, 1 യോഹന്നാൻ 2-ന്റെ 1-ാം വാക്യം, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെയോ പ്രത്യേക സമൂഹത്തിൻ്റെയോ ഒരു പ്രത്യേക കൂട്ടത്തിൻ്റെയോ പാപങ്ങളെ ക്ഷമിക്കാനല്ല യേശു വന്നത്. സർവ്വ മനുഷ്യവർഗത്തിനും ഹൃദയശുദ്ധിയുള്ളവരായിട്ട് ജീവിപ്പാൻ ദൈവം ചില പദ്ധതി ഒരുക്കിയിരിക്കുന്നു. അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു, അവന് മുഖപക്ഷമില്ല. അങ്ങനെ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടിയുള്ളത്. ആ കർത്താവിൻ്റെ അടുത്ത് പറയുകയാണ്, കർത്താവെ, കുഴപ്പം പറ്റിയിരിക്കുന്നു, എനിക്കൊരു തിരുത്തൽ ആവശ്യമാണ്, എനിക്കൊരു രൂപാന്തരം ആവശ്യമാണ്.
ദൈവം അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും ന്യൂട്രാലിറ്റി, ഗുണവും വേണ്ട ദോഷവും വേണ്ട, അവിടെയും തൊടില്ല ഇവിടെയും തൊടില്ല, ഒരിക്കലും നന്നാവില്ല. രണ്ടിലും തീരുമാനിക്കുക, എനിക്ക് നന്നാകണം, എനിക്ക് രൂപാന്തരപ്പെടണം. ആഗ്രഹമില്ലെങ്കിലോ? വളരണമെന്ന് ആഗ്രഹമില്ല, നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമില്ല, നടക്കുമോ? പരീക്ഷയ്ക്ക് ജയിക്കണമെന്നില്ല, ഫസ്റ്റ് ക്ലാസ് കിട്ടണമെന്നില്ല, കിട്ടുമോ? ആഗ്രഹിക്കാതെ നടക്കില്ല. നന്നാകണമെന്ന്, രൂപാന്തരപ്പെടണമെന്ന്, ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി അല്പം മെച്ചമായ നിലയിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നോ അവരുടെ ജീവിതത്തിലെ മാറ്റം ഉണ്ടാകത്തുള്ളൂ. സമൂഹമെങ്ങും ഇസ്രായേലിൻ്റെ സമൂഹത്തിൽ അക്രമം നടമാടുമ്പോൾ, അല്ല അവിടെ ഇരുട്ട് വീശുമ്പോൾ, ആ ഇരുട്ടിൽ വെളിച്ചം പകരുവാൻ വിശ്വാസി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം. യോശുവയുടെ പുസ്തകത്തിൽ 1 മുതൽ 7 അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ, 7 അധ്യായത്തിലാണ് എരിഹോ കോട്ട പിടിച്ചടക്കുന്നത്. 7 അധ്യായത്തിൻ്റെ മുമ്പുള്ള 6 അധ്യായങ്ങളിൽ യോശുവയുടെ പുസ്തകങ്ങളിൽ വിജയകരമായ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് അനേക വാക്യങ്ങൾ, അനേക വിവരണങ്ങൾ നമുക്ക് കാണാം. എന്നാൽ 6 അധ്യായം, യോശുവയുടെ പുസ്തകത്തിലെ 6 അധ്യായം അവസാനിപ്പിക്കുന്നത് ഒരു ജയശ്രീലാളിതരായിരിക്കുന്ന ഒരു പ്രസ്താവനയോടുകൂടിയാണ്. 6 അധ്യായം 20 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, എന്തായിരുന്ന ജയം? അവർ കാഹളമൂതി, അപ്പോൾ യെരിഹോവിൻ്റെ മതിലുകൾ ഇടിഞ്ഞു വീണു, അവർ പട്ടണം പിടിച്ചടക്കി. ആ വലിയ വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ അതിനെ തുടർന്ന് ചില പ്രശ്നം അവിടെ ഉണ്ടായി. എന്തായിരുന്നത്? 7 അധ്യായം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശബദാർപ്പിത വസ്തുവിൽ ചിലത് എടുത്ത് കർമ്മിയുടെ മകൻ ആഖാൻ ഒളിപ്പിച്ചു വെച്ചു. 7 അധ്യായത്തിൽ പ്രശ്നം തുടങ്ങുകയാണ്. ആ സമയത്താണ് ഹായ് പട്ടണം പിടിച്ചെടുക്കാനായിട്ട് ഇസ്രായേൽ ജനം പോവുകയാണ്. സംഭവിച്ചതിന് ഹായ് പട്ടണത്തെ നോക്കാനൊക്കെ പോയി. അവർ നോക്കിയപ്പോൾ അവിടെ ജനമൊക്കെ കുറവാകും. നമ്മളെല്ലാവരും പോകേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് പേരൊക്കെ പോയാൽ മതി, അവന്മാരെല്ലാം വലിയ കുഴപ്പമൊന്നും ഉള്ളവരല്ല. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് അവരാകെ ഉഴപ്പി. വലിയൊരു ജയം കിട്ടിയതാണ്. എന്നാൽ തുടർന്ന് ഇതാ ഹായ് പട്ടണം പിടിക്കാൻ പോയി പൊട്ടി പാളീഷായ ഒരു ചരിത്രമാണ് അവിടെ കാണുന്നത്. 7 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ യോശുവ വസ്ത്രം കീറി, തന്നെയല്ല ജനമെല്ലാം പൂഴി വാരി തലയിലിട്ടു, അനുദപിച്ചു, കരഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം ഉരുകി വെള്ളം പോലെയായി തീർന്നു. 5 വാക്യത്തിൽ 7:5 വായിക്കുക. അതുകൊണ്ട് ജനത്തിൻ്റെ ഹൃദയം ഉരുകി വെള്ളം പോലെയായി തീർന്നു. അപ്പോൾ ലൈനി വന്നു, താഴെ വന്നു. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. പരാജയം വരുമ്പോൾ, പിടിച്ച പിടിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ, 2 കാലം നിൽക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ ഹൃദയം ഉരുകും. അതുവരെ ഞാൻ ആരാ, എന്നോട് ആരെന്ത് ചെയ്യാനാ, ഞാൻ ആരാണെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് മസിൽ കാണിച്ച് ശക്തി പ്രകടനം നടത്തുന്ന അനേകരെ നമുക്കറിയാം. എന്നാൽ പണമില്ലാതെ വരുമ്പോൾ, സമൂഹം തള്ളിപ്പറയുമ്പോൾ, മാതാപിതാക്കൾ തള്ളിപ്പറയുമ്പോൾ, സഹോദരങ്ങൾ തള്ളിപ്പറയുമ്പോൾ, ആരുമില്ല എന്ന് വരുന്ന അവസ്ഥ വരുന്നുണ്ടേ, ദൈവമേ എന്നെ രക്ഷിക്കണമേ. അത്രയും പേരെ കാത്തിരിക്കണോ? വേറെ ചിലർക്ക് ചില രോഗങ്ങളാണ്, ആകപ്പാടെ മാറാവ്യാധികളാണ്. ഇതൊക്കെ വരുമ്പോഴാണ് ദൈവത്തെ വിളിക്കുന്നത്. ചിലരുണ്ട്, ചില കുട്ടികളോട് സ്നേഹവാക്ക് പറഞ്ഞാൽ അവരനുസരിക്കും. മോനെ അത് ചെയ്യ്, ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അനുസരിക്കും. വേറെ ചില കുട്ടികൾ അനുസരിക്കത്തില്ല. നല്ല അടി, ചൂരപടി കൊണ്ട് നല്ല ചൂരക്കഷായം കൊടുക്കണം, പ്രഹരം കൊടുക്കണം, എന്നാലേ അവർക്ക് നേരെ വരത്തുള്ളൂ. ദൈവസന്നിധിയിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയുമ്പോൾ അനുസരിക്കുക. ദൈവത്തെ അറിയേണ്ട സമയത്ത് അറിയിക്കുക, അവനെ വിളിച്ചപേക്ഷിക്കേണ്ട സമയത്ത് വിളിച്ചപേക്ഷിക്കുക. ഒരു സ്നേഹവാനായ പിതാവിനെ പോലെയാണ് ദൈവസന്നിധി നാം ചെല്ലേണ്ടത്. എന്നാൽ ഇതാ വീണ്ടും നമ്മുടെ യോശുവയുടെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ, യോശുവ 7 അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ യോശുവയോട് ദൈവം സംസാരിക്കുന്നതായിട്ട് കാണാം. 16 മുതൽ 26 വരെ 12 വാക്യത്തിൽ നിങ്ങളുടെ നിന്ന് ശാപം നീക്കുക. അതാ യോശുവയ്ക്ക് കൊടുത്ത നിർദ്ദേശം. നിങ്ങൾ ദൈവത്തെ വേണോ, അനുഗ്രഹം വേണോ, വിജയം വേണോ? നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ശബദാർപ്പിത വസ്തുക്കളൊക്കെയും നീക്കം ചെയ്യുക. അന്യായമായി പിടിച്ചു വാങ്ങിയത്, അപ്പന്മാർ പിടിച്ചു പറിച്ചത്, തലമുറകളായി മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വച്ചിരിക്കുന്നത്, ഇങ്ങനെ എത്രയെത്ര ശാപങ്ങൾ അനേക ഭവനങ്ങളിലുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അയൽക്കാരനെ ചൂഷണം ചെയ്യുന്നത്, അന്യവൻ്റെ മുതൽ പിടിച്ചു വെക്കുന്നത്, ദൈവസന്നിധിയിൽ ദശാംശം കൊടുക്കാതെ ജീവിക്കുന്നത്, ദൈവവേലയ്ക്ക് സഹായിക്കാതെ 24 മണിക്കൂർ ലഭിക്കുമ്പോൾ അതിൻ്റെ ദശാംശം ദൈവവേലയ്ക്കായി ഉപയോഗിക്കാതെ ജീവിതം മുഴുവൻ ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരും, ഞാനും സ്വന്തം എൻ്റെ കാര്യം മാത്രം എപ്പോഴും പേഴ്സ് നിറയ്ക്കുക,
ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുക മാത്രം ചിന്തിക്കുമ്പോൾ ഓർക്കണം, ശബ്ദാർപ്പിത വസ്തുക്കളായി പലതും ശാപമായി തീർന്നിരിക്കുകയാണ്. അവിടെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവിടെ ഇതാ പാപത്തെ, ശബ്ദാർപ്പ വസ്തുവിനെ, സകലത്തെയും ചുട്ടുകളയുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. 3 പാഠങ്ങൾ നാം അവിടെ പഠിക്കുന്നുണ്ട്. ഇതാ ജീവിതത്തിൽ പരാജയം സംഭവിക്കും. ആ പരാജയത്തിൻ്റെ മധ്യത്തിൽ എന്താണ് കാരണം കണ്ടുപിടിക്കണം. രണ്ടാമത്, യോശുവ അവിടെ പ്രാർത്ഥിച്ചായിട്ടും കാണുന്നില്ല എന്നാണ് നാം വായിക്കുന്നത്. പ്രാർത്ഥനയില്ലാതെ യുദ്ധത്തിന് പുറപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നെങ്കിൽ അതിനൊക്കെ ചില കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് ദൈവവചനം നമ്മോട് ഓർപ്പിക്കുകയാണ്. എന്നാൽ അങ്ങനെയുള്ള ആത്മീയ പരാജയത്തിനും ഏത് പരാജയത്തിനും ഒരു പരിഹാരം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറയുക. അതാണ് ഇവിടെ ദാവീദ് പ്രാർത്ഥിച്ചത്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. വ്യസനത്തിലൂടെ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, എൻ്റെ ചിന്തകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ. അവിടെ നമുക്ക് റിപ്പൻറ്റൻസ് വേണം, പശ്ചാത്താപം വേണം. റിപ്പൻറ്റൻസിൻ്റെ കൂടെ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്ഷൻ, നമ്മുടെ മനോഭാവത്തിലൊരു മാറ്റമാണ്. ഇനിയൊരു തിരിച്ചുവരവാണ്. അതാണ് റെസ്റ്റിറ്റ്യൂഷൻ കൂടിയുണ്ട്. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുത്തൻ്റെ പണം കുറച്ച് അപഹരിച്ചെടുത്തെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. സക്കായുടെ മാനസാന്തരം അത്രയായിരുന്നു. കർത്താവേ, ഞാൻ എന്തെങ്കിലും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായിട്ട് തിരികെ കൊടുക്കുന്നു. ആ ഒരു സാക്ഷ്യമില്ലെങ്കിൽ പകുതി മാനസാന്തരമായിട്ട്, പകുതി വെന്ത ദോശ പോലെ, മണച്ചിടാത്ത ദോശ പോലെയുള്ള അനുഭവം ഒരിക്കലും രൂപാന്തരത്തിൽ, രക്ഷയുടെ അനുഭവത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുകയില്ല. എവിടെ വീണ്ടും ജനനമില്ല, എവിടെ യഥാർത്ഥമായ മാനസാന്തരമില്ല, പുതുക്കമില്ല, അവിടെ വളർച്ചയില്ല. ഏച്ചു വെച്ചത് എപ്പോഴും മുഴച്ചിരിക്കുമെന്ന അനുഭവം. പുതിയ വീഞ്ഞ് പുതിയ തിരുത്തിയിലാണ് പകരേണ്ടത്. കർത്താവ് എന്തുകൊണ്ടാണ് ശുദ്ധീകരണം വേണമെന്ന് പറഞ്ഞത്? നല്ല ഹൃദയത്തിൽ മാത്രമേ നല്ലത് പുറത്തു വരൂ. നല്ല മരത്തിൽ നിന്ന് മാത്രമേ നല്ല ഫലം പുറപ്പെടൂ. അതുകൊണ്ട് പഴയ വീഞ്ഞ് പഴയ തുരുത്തിയിലിരിക്കട്ടെ, പുതിയ വീഞ്ഞ് പുതിയ തിരുത്തിയിൽ തന്നെ ഇരിക്കട്ടെ. സമൂഹത്തെ മാറി നിന്ന് കുറ്റം പറയുന്നവരായിട്ടല്ല, സഭയെ കുറ്റം പറയുന്നവരായിട്ടല്ല, സമൂഹത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. അതിനായിട്ടാണ് വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കമ്മിറ്റി മെമ്പറായിട്ട് സഭയിൽ പ്രവർത്തിക്കാൻ പലർക്കും സമയമില്ല, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ട് പ്രവർത്തിക്കാൻ സമയമില്ല. അത് വല്ലവരും ചെയ്തോട്ടെ, ഇങ്ങനെയൊക്കെ മാറി നടക്കും. വേറെ ചിലർക്ക് പള്ളിയിൽ പോകുവാൻ, സഭാ യോഗങ്ങളിൽ പോകുവാൻ താല്പര്യമില്ല. കാരണം അവിടെ ഉള്ളവരെല്ലാം കുഴപ്പക്കാരാ, അവിടെ ഉള്ളവരെല്ലാം കള്ളന്മാരാ, അവിടെ ഉള്ളവരെല്ലാം മോശക്കാരാ. ഞാനോട് തന്നെ അങ്ങോട്ട് ചെല്ലുന്നത്. ഓർക്കണം, നമ്മുടെ മാതൃക യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു എൻ്റെ ആലയമോ പ്രാർത്ഥനാലയമോ എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ദേവാലയത്തിലാണ് പ്രാർത്ഥിപ്പാൻ പോയത്. ഒരായുസ് മുഴുവൻ, താനുണ്ടായിരുന്ന കാലം മുഴുവൻ അതേ ദേവാലയത്തിലാണ് തന്നെ സമർപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ കൊണ്ടുചെന്നത്. അവിടെയാണ് ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി രക്ഷകനെ കാത്തിരുന്ന ശിമിയോനുണ്ടായിരുന്നത്. അതേ ദേവാലയത്തിലാണ് യോഹന്നാൻ സ്നാപകൻ്റെ മാതാപിതാക്കൾ എലിസബത്തും സക്രിയാവും ഉണ്ടായിരുന്നത്. അതേ ദേവാലയത്തിൽ എത്രയോ വിശുദ്ധന്മാർ വന്നു. അതേ ദേവാലയത്തിൽ ഇതാ യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി. അതുകൊണ്ട് ലോകം യേശു കള്ളന്മാരുടെ ഗുഹയെന്ന് യെരുശലേം ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും അവിടെ ദൈവിക പ്രവർത്തനം നടന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് മേഖലകളിലും, ലോകമാകട്ടെ ആരാധനാലയമാകട്ടെ എവിടെയുമാകട്ടെ, ലോകം ദൈവത്തിൻ്റേതാണ്. ഒരു പ്രത്യേക സ്ഥലത്തെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഏത് സാഹചര്യത്തെയും ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ മതിയായവനാണ്. അവിടെ രൂപാന്തരം വരുത്തുവാൻ വിശ്വാസിയെ ദൈവം ആക്കി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിപ്പാൻ അവനെ ആക്കി വച്ചിരിക്കുന്നു. 38 വർഷക്കാലം കുളക്കരയിൽ കിടന്ന മനുഷ്യന് ഇതാ അവനെ ആരും സഹായിക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട്, കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഉണ്ടേ. കർത്താവേ, ഒരു പ്രശ്നമുണ്ടെന്നാൽ ഇതാ കുളം കലങ്ങുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോകാൻ. അതായിരുന്നു അവൻ്റെ കംപ്ലൈൻറ്റ്. അവന് മനസ്സുണ്ട്, അവൻ കിടക്ക എടുത്തുകൊണ്ട് പോയി. യേശുവിനെ ആഗ്രഹിക്കുന്നുവോ, സൗഖ്യം ആഗ്രഹിക്കുന്നുവോ? യേശു നമ്മുടെ അടുത്തേക്കും വരുവാൻ മതിയായവനായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് ആ പുതിയ നിയമ കാലഘട്ടത്തേക്കാൾ വ്യത്യാസമായി ഇന്ന് ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് യേശുവാണ് നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് യേശു രൂപാന്തരപ്പെടുത്തുമ്പോൾ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജീസസ് ചേഞ്ചസ് നോട്ട് കോംപ്രിഹെൻസീവ്ലി ബട്ട് ഫണ്ടമെൻ്റലി. കുസിക്ക കൊയാമ എന്ന ഒരു ജാപ്പനീസ് തിയോളജൻ പറഞ്ഞതാണ്. അടിസ്ഥാനപരമായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നവനാണ്.
അവൻ ഉപരിപ്ലവമായ ചില രൂപാന്തരങ്ങൾ വരുത്തുന്നവനല്ല. അടിസ്ഥാനപരമായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ധാർമ്മികമായ മനുഷ്യന് അധംപതത്തിന് പോകാതിരിപ്പാൻ, സമൂഹത്തെ രക്ഷിപ്പാൻ ഒരു ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ കാവൽക്കാരനായി നിൽക്കുവാൻ ദൈവമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു, ഞാൻ നിന്നെ മധ്യസ്ഥനാക്കിയിരിക്കുന്നു. ജനത്തിനെ കാവൽ ചെയ്യുക, ജനത്തിന് ശുശ്രൂഷ ചെയ്യുക. എല്ലാ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുന്നതിന് വേണ്ടിയാണ്. സമൂഹം മാറട്ടെ, അത് കഴിഞ്ഞ് വ്യക്തി മാറിയാൽ മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. ഇന്ന് നിനക്ക് ചെയ്യാവുന്നത്, എനിക്ക് ചെയ്യാവുന്നത്, ഒരു മെഴുകുതിരി കത്തിക്കുവാൻ കഴിയുമെങ്കിൽ, ആ വെളിച്ചം പകരുവാൻ കഴിയുമെങ്കിൽ, അനേക മെഴുകുതിരികൾ ചേരുമ്പോൾ വലിയ പ്രകാശമാകും. നമുക്കാരെയും പഴിക്കണ്ട. ദൈവസന്നിധി നമ്മെ തന്നെ വിനയപ്പെടുത്താം. വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി കർത്താവെ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കും. ഇവിടെ പുതുസൃഷ്ടിയുടെ അനുഭവം ആവശ്യമാണ്. അനുദപിക്കുന്നവർ, ദൈവസന്നിധിയിൽ തങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നവർ പുതുസൃഷ്ടികളായി തീരുകയാണ്. ഈ പുതുസൃഷ്ടികളാണ് സമൂഹത്തിൽ രൂപാന്തരം വരുത്തുന്നത്. ഇംഗ്ലണ്ടിലെങ്ങും ആത്മീയ ഉണർവിന് ചുക്കാൻ പിടിച്ച നേതൃത്വം നൽകിയ ആളാണ് ജോൺ വെസ്ലി. ജോൺ വെസ്ലി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന, പാപത്തെ സ്നേഹിക്കാത്ത, ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രം ദർശനമുള്ള 100 പേരെ എൻ്റെ കൈത്താ. ഞാൻ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം മാറ്റിത്തരാം, ലോകത്തിൻ്റെ ചരിത്രം മാറ്റിത്തരാം. നമുക്കതല്ലേ ഇന്ന് ആവശ്യം? ദാവീദിൻ്റെ പ്രാർത്ഥന പോലെ, ദൈവമേ എന്നെ ശോധന ചെയ്തതിൻ്റെ ഹൃദയത്തെ അറിയണമേ, പരീക്ഷിച്ചതിൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ. നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശു ക്രിസ്തു, അവൻ നമുക്ക് പുതിയൊരു മാർഗം തുറന്നു തന്നെങ്കിൽ അതിനെ അല്പം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. അല്ല, ഇതൊക്കെ ചുമ്മാതാണ്, വെറുതെയാണ്, യേശു മരിച്ചോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇതൊക്കെ പറഞ്ഞ് സംശയത്തിലും അജ്ഞതയിലും അന്ധകാരത്തിലും നീങ്ങാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ പോകാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം ആരാധനയെ സംബന്ധിച്ച ഒരു കുട്ടിയും അമ്മയുടെയും കഥ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി രക്തം ഒഴുക്കി, അവൻ്റെ കൈകളിൽ ആണി അടച്ചു, അവൻ്റെ വിലാപുറത്ത് കുത്തി. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആരാധനയിൽ സംബന്ധിച്ച അമ്മയോടുകൂടി വന്ന കുട്ടി, ബോബ് എന്ന ആൺകുട്ടി, ഇരുന്ന് കരഞ്ഞു. കരച്ചിൽ ഏങ്ങലടിയായി, ശബ്ദം കൂടി. അപ്പോൾ വന്നിരുന്ന പള്ളിയിലെ ആളുകളൊക്കെ നോക്കി, ആരാണ് കരയുന്നത്? ബോബിരുന്ന് കരയുകയാണ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ. ജനമെല്ലാം നോക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കും ആപ്പാടെ വെപ്രാളമായി. അയ്യോ, എല്ലാവരും എന്നെ നോക്കുന്നല്ലോ. അപ്പോൾ ബോബിനോട് അമ്മ പറയുകയാണ്, മോനെ, യു നീഡ് നോട്ട് ടേക്ക് ഇറ്റ് ദാറ്റ് സീരിയസ്ലി. അത്ര ഗൗരവമായി നീ ചിന്തിക്കേണ്ട കാര്യമൊന്നും. നീ എന്തിനാ കരയുന്നേ? നീ അത്ര ഗൗരവമായി ഇത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. ഇന്നും ലോകത്തോട് സാത്താൻ പറയുന്ന ഉപദേശം ഇതാ, വി നീഡ് നോട്ട് ടേക്ക് ഇറ്റ് ദാറ്റ് സീരിയസ്ലി. യേശു ക്രൂശിൽ മരിച്ചോ, അവൻ ലോകത്തിലേക്ക് വന്ന ദൈവമാണോ, രക്ഷകനാണോ, വേദപുസ്തകത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും വലിയ സീരിയസ്നെസ് കൊടുക്കണ്ട, വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ വിട്ടേര്. അതൊക്കെ ചില ഉപദേശങ്ങൾ മാത്രമാണ്. യു നീഡ് നോട്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. യേശുവിൻ്റെ ക്രൂശുമരണവും രക്ഷൻ്റെ വേലയും ഗൗരവമായി എടുക്കുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി അയ്യോ ഇതൊന്നും വേണ്ട. സങ്കീർത്തനത്തിൽ വീണ്ടും നാം വായിക്കുന്നുണ്ട്, 81-ാം അധ്യായത്തിൽ സങ്കീർത്തനം 81-ൽ, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്കുകൾക്കുകയും ഇസ്രായേലിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ ജനൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു പിതാവിനെ പോലെ, മാതാപിതാക്കളെ പോലെ, എൻ്റെ ജനമേ ഞാൻ പറഞ്ഞ വഴിയിൽ നിങ്ങൾ നടക്കുകയും ചെയ്തതിന് കൊള്ളായിരുന്നു. അങ്ങനെ നടക്കുകയാണെങ്കിൽ സങ്കീർത്തനം 81-ന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രയേൽ എന്നെ കൂട്ടാക്കിയതുമില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല, എന്നെ തഴഞ്ഞു. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു. സംഭവിച്ചതെന്നാ? മരുഭൂമിയിൽ പട്ടുപോയി, ജീവിതത്തിൽ പട്ടുപോയി. ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിക്കുക. അനുതാപത്തിൻ്റെയും ഒരു മടങ്ങിവരവിൻ്റെയും സന്ദേശം ദൈവം നമ്മോട് അറിയിക്കുമ്പോൾ മനുഷ്യൻ പറയുകയാണ്, ദൈവമേ നീ നിൻ്റെ വഴി നോക്കിക്കോ, ഞാൻ എൻ്റെ വഴിയെ കൂടെ പൊക്കോളാം, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, ഇതെൻ്റെ സ്വകാര്യ കാര്യമാണ്, എൻ്റെ പ്രൈവറ്റ് കാര്യമാണ്, ഇതിൽ നീ ഇടപെടേണ്ട എന്ന് ദൈവത്തോട് പറയാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിക്കുന്ന അവസ്ഥ. പക്ഷേ ഒടുവിൽ അത് നാശത്തിലേക്കായിരിക്കും. കനാൻ ദേശത്ത് എത്തിച്ചേരാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും അത്. സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരാതെ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ഒരു നഷ്ടക്കച്ചവടത്തിൽ ഏർപ്പെടുന്ന ഇടപാടായിരിക്കും. ജീവിതം എന്തെന്നറിയാതെ, ജീവിതത്തെക്കുറിച്ച് ദർശനമില്ലാത്തവരായി ജീവിക്കും. അതാണോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്?
ഒരിക്കലുമല്ല. നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ദൈവസന്നിധി നമ്മെ തന്നെ വിനിയെടുത്തിക്കൊണ്ട് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സസൈസ് നടത്താൻ കഴിയും. ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് അതിലോട്ട് എഴുതുക, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ക്രമീകരണം വരുത്തണം, എന്തെല്ലാം രൂപാന്തരം ഞാൻ വരുത്തണം. 1, 2, 3 എന്നൊരു ലിസ്റ്റ് എഴുതണം. ആ ലിസ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ കുറുകെ ഇങ്ങനെ എഴുതണം. 1 യോഹന്നാൻ 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ വാക്യങ്ങൾ എഴുതിയിട്ട് അത് ചുരുട്ടിക്കൂട്ടി തുഴക്കളയണം. എന്തിനാ? മുഴുവൻ നശിച്ചു. പാപങ്ങളെല്ലാം യേശു ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലായ ക്രൂശിൽ ഇല്ലായ്മ ചെയ്തു. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെയും ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമായ പാപങ്ങളെ അവൻ്റെ ക്രൂശ് മരണത്താൽ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ്. അവനെ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ്റെ അവകാശം തന്നിരിക്കുന്നു. വിശ്വാസത്താൽ നാം ഹൃദയത്തിൽ അംഗീകരിക്കുകയും അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതിനായി നന്ദി കരയറ്റുകയും ചെയ്യുക. കർത്താവേ സ്തോത്രം, നീ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചതിനായ സ്തോത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉറങ്ങുന്നവർ ഉണർന്ന് പ്രവർത്തിപ്പാൻ നമുക്കൊരു ആഹ്വാനം ദൈവം നൽകുകയാണ്. സത്യത്തെ അനുസരിക്കാതെ മറുതലിച്ചു പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മെ തന്നെ അശുദ്ധരാക്കി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ തന്നെ വഞ്ചിച്ച് ജീവിപ്പാനും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നാം ഇതാ വീണ്ടും ലേഖനങ്ങളിലൊക്കെ വായിക്കുന്നു, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. എന്താണ് നാം വിതയ്ക്കാൻ പോകുന്നത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആരുമില്ല. ദൈവനാമത്തിൽ ദൈവത്തോടൊപ്പം ഒരു സാക്ഷ്യ ജീവിതത്തിനായി അനുദപിച്ച് പുതുസൃഷ്ടി അനുഭവത്തിൽ ഒരു സാക്ഷ്യ ജീവിതത്തിനായി ഈ സമൂഹത്തിലും സഭയിലും പ്രവർത്തിപ്പാൻ നാം സന്നദ്ധരെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം, അവൻ്റെ ആലോചന പ്രകാരം, അവൻ്റെ നിർദ്ദേശപ്രകാരം, കൽപ്പന പ്രകാരം നാം ചെയ്യുന്ന ദൗത്യത്തെ, ശുശ്രൂഷയെ സ്വർഗം ആദരിക്കും, ദൈവം ആദരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രവർത്തനം ചെയ്യുവാൻ നമ്മെ ശക്തീകരിക്കും. അപ്പോൾ നമുക്ക് വിശുദ്ധ പൗലോസ്ലീഹായോട് ചേർന്ന് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ സാക്ഷിക്കാം, എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. രൂപാന്തരപ്പെട്ട വ്യക്തിയായി സകലത്തിനും കഴിയുന്ന സാക്ഷി ജീവിതത്തിനായി ദൈവം എന്നെ ഒരുക്കിയിരിക്കുന്നു. അത് നമുക്ക് പറയാൻ സാധിക്കും. ഈ രൂപാന്തരം നമ്മുടെ ജീവിതത്തിലുണ്ടോ? വീണ്ടും വെസ്ലിയുടെ ജീവിതത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞ് ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജോൺ വെസ്ലി മൊറേവിയൻ മിഷണറിമാരുമായിട്ട് കണ്ടുമുട്ടുന്നത് ഒരു മിഷണറി പ്രവർത്തനത്തിൽ കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. തൻ്റെ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ യാത്രയിൽ മൊറേവിയൻ മിഷണറി ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടതാണോ? ആർ യു സേവ്ഡ്? അപ്പോൾ വെസ്ലി പറഞ്ഞു, ഐ തിങ്ക് സോ, എനിക്കങ്ങനെ തോന്നുന്നു. വീണ്ടും ചോദിച്ചു, ആർ യു ഷുവർ അബൌട്ട് ഇറ്റ്? നിനക്കതിനെക്കുറിച്ച് ഉറപ്പുണ്ടോ? അറിയത്തില്ല, ഉറപ്പില്ല. ജോൺ വെസ്ലി ഒടുവിൽ ഇംഗ്ലണ്ടിൽ തിരിച്ചു വന്നതിന് ശേഷം പീറ്റർ ബോളർ എന്ന സുവിശേഷകനുമായി സംഭാഷണത്തിലേർപ്പെട്ടു. രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ച് അറിഞ്ഞു. ഒരു പുതുക്കം, ഒരു രൂപാന്തരം ജീവിതത്തിലുണ്ടായി. അതാണ് ഇംഗ്ലണ്ട് മുഴുവൻ ആഞ്ഞടിച്ച ഉണർവിൻ്റെ തുടക്കം. എന്നെ ആർ രക്ഷിക്കും? എനിക്ക് രൂപാന്തരം ആർ തരും എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു. ആ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് ദൈവരായത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ സാധിക്കുന്നു. ദൈവം ആരെയും വഞ്ചിക്കത്തില്ല, ആരെയും നിരാശരായി വിടുകയില്ല. അവൻ ഒരു നാളും നമ്മെ കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. കർത്താവേ, നിശോധനയുടെ ഹൃദയത്തെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമെന്ന് ദാവീദിനോട് ചേർന്ന് ഈ സങ്കീർത്തനം നാം വായിക്കുകയും അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രൂപാന്തരപ്പെടുത്തുന്നവനും സകല സത്യത്തിലും വഴി നടത്തുന്നതിനുമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നതിനായ സ്തോത്രം. നിൻ്റെ വചനം ശ്രമിച്ച ജനവും നിൻ്റെ സഭയും നിൻ്റെ സമൂഹവും ഏവരും പരിശുദ്ധാത്മാവിൻ്റെ നീതിബോധമുള്ളവരായി പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി അവർ വിട്ടുമാറേണ്ട വഴികളെ കാണിച്ചു കൊടുത്ത് സത്യത്തിൻ്റെ മാർഗത്തിന് സാക്ഷ്യം വഹിപ്പാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നല്ല ശുശ്രൂഷകരായി തീരുവാൻ അവിടുന്ന് സഹായിച്ച് തിരുനാമ മഹത്വം എടുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൈക്കൊള്ളുമാറാകണമേ. ആമേൻ.